തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ ചെടനാട്. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുകയും ആരാധിക്കുകയും ദൈവസ്നേഹത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ധന്യ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ മരണത്തെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. കർത്താവ് വരുവോളം കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയും അനുസരിച്ച് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. ഒരു കാലഘട്ടത്തിൽ മരണത്തെ ഭയത്തോടുകൂടെ മാത്രം കണ്ടിരുന്ന സ്ഥിതിയിൽ നിന്ന് പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് വിശ്വാസ സമൂഹത്തെ കൊണ്ടുവന്ന കർത്താവ് മരണത്തിനപ്പുറം നിത്യമായി കർത്താവിനോടുകൂടെയുള്ള വാസത്തിൻ്റെ അനുഭവം ബോധ്യപ്പെടുത്തി നൽകിയതിനു ശേഷം മരണത്തെ ഭയത്തോടെയല്ല പ്രത്യാശയോടെ കാണുവാൻ ദൈവജനത്തിന് കഴിയുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ മരണത്തിൽ നിന്ന് നീക്കം വന്ന, പാപത്തിൻ്റെ ശമ്പളമായ മരണം നീങ്ങി നിത്യജീവൻ്റെ അവകാശികളായി തീർന്ന ദൈവജനത്തിന് ഓർക്കുവാനുള്ള മരണം അത് നമ്മുടെ കർത്താവിൻ്റെ മരണമാണ്. ആ മരണത്തിൻ്റെ അനേക പ്രത്യേകതകൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ സ്ഥാനത്തുള്ള, നമുക്ക് പകരമായുള്ള, ഞാനും നിങ്ങളും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് മരിക്കേണ്ടവരാ, പക്ഷേ ആ അവസ്ഥയിൽ മരിക്കേണ്ടവരാ. പക്ഷെ കർത്താവ് നമ്മുടെ സ്ഥാനത്തേക്ക് ഇറങ്ങി വന്ന് മരിച്ച മരണമായിട്ടാണ് തിരുവെഴുത്ത് ആ ഭാഗം വെളിപ്പെടുത്തുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം പാപികളായിരിക്കുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് മരിച്ചു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ, അപ്പോൾ പാപികളായ ശത്രുക്കളായ നമ്മുടെ സ്ഥാനത്തുള്ള മരണമാണ് കർത്താവിൻ്റെ മരണം. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോൾ നമുക്ക് പകരമായി, നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച, അനുഭവിച്ച കർത്താവിൻ്റെ മരണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം അനുഭവിക്കേണ്ട മരണം മുഴുവൻ, നാം ശിക്ഷയായി അനുഭവിക്കേണ്ട മരണം മുഴുവൻ
നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു. എബ്രായ ലേഖനം തന്നെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ആ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയെ നീക്കിയ, പിശാചിനെ നീക്കിയ മരണമായിരുന്നു ആ മരണം. അതുകൊണ്ട് സംഭവിച്ചത് മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മരണമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ മരണം, മരണത്തെ നീക്കുവാനുള്ള മരണം. എന്നാൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ ഒടുവിൽ ദൈവജനത്തിന് വരുവാനുള്ള അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15-54 മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ദൈവജനത്തിൻ്റെ മേൽ നിന്ന് മരണത്തിൻ്റെ എല്ലാ സാധ്യതകളും അനുഭവങ്ങളും മാറി ഒരിക്കലും ഇനി മരണത്തിൻ്റെ അനുഭവമില്ലാത്ത നിത്യതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള മരണത്തിൻ്റെ ജയത്തിൽ നിന്നും മരണത്തിൻ്റെ വിഷമുള്ളിൽ നിന്നും വിടുവിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരം നൽകി മരണമില്ലാത്ത ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും വസിക്കുവാനുള്ള അനുഭവം നൽകുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മരണം നിമിത്തം, നമ്മുടെ സ്ഥാനത്തുള്ള കർത്താവിൻ്റെ മരണം നിമിത്തം നമ്മുടെ പാപം മാറി, ശത്രുത മാറി, ശിക്ഷ മാറി. നമുക്ക് വേണ്ടിയുള്ള മരണം നിമിത്തം നാം അനുഭവിക്കേണ്ട എല്ലാ മരണശിക്ഷയും നമ്മുടെ കർത്താവ് അനുഭവിച്ചത് നിമിത്തം നമുക്ക് സ്വാതന്ത്ര്യമുണ്ടായി. നമ്മുടെ മരണത്തെ നീക്കുവാനുള്ള മരണം, ശത്രുവായ പിശാചിനെയും മരണത്തെയും നീക്കുവാനുള്ള മരണമായിരുന്നു കർത്താവിൻ്റെ മരണം. അതുകൊണ്ട് നമുക്ക് ഇനി ഭാവിയിൽ 2-ാം മരണത്തിന് നമ്മുടെ മേൽ ഒരധികാരവും അവകാശവുമില്ലാതെ എന്നേക്കുമുള്ള സ്വാതന്ത്ര്യം മരണത്തിൽ നിന്ന് കർത്താവിൻ്റെ മരണത്താൽ നമുക്ക് സ്വർഗം അനുവദിച്ച സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഇനി കാലങ്ങൾ കഴിയുമ്പോൾ നാമും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മുൻപേ കടന്നുപോയവരുണ്ട്, ഇനി നാമും കടന്നു പോകും. എന്നാൽ ഒടുവിൽ ഒരു നാളിൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്ത് കടന്നുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ, ജീവനൊഴിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമ്പോൾ, എന്നേക്കുമായി വിശ്വാസ സമൂഹത്തിൽ നിന്ന് മരണത്തിൻ്റെ, ശാരീരിക മരണത്തിൻ്റെ അനുഭവങ്ങളെല്ലാം മാറി എന്നേക്കുമുള്ള നിത്യ ആനന്ദത്തിൻ്റെ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് വിശ്വാസ സമൂഹം പറയുന്ന ആ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടിയുള്ള മരണമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ മരണം. ആ മരണത്തെ നമുക്ക് ഒന്ന് പ്രസ്താവിക്കാം, നമുക്ക് ഓർക്കാം, നന്ദി അർപ്പിക്കാം. ഈ മരണത്തിന് വേണ്ടിയാണ് സ്വപുത്രനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി നൽകിയത്. ഈ മരണം ആസ്വദിക്കാനാണ് നമ്മുടെ കർത്താവ് നമ്മെ തേടി ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത്, 33.5 വർഷം ജീവിച്ചത്, ഒടുവിൽ എന്നെയും നിങ്ങളെയും മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, എന്നേക്കുമുള്ള സ്വാതന്ത്ര്യം തരുവാൻ, തൻ്റെ അവകാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ, സ്വർഗം അവകാശമായി തരുവാൻ. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നുള്ള സത്യം നമ്മുടെ ജീവിതം അനുഭവമാക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ കഠിനമായ വേദന സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ മുമ്പിൽ മരണത്തെ നീക്കി ജയം തന്ന ആ കർത്താവിൻ്റെ മരണത്തെ നമുക്ക് ഓർക്കാം. മരണത്തെ ഓർക്കുന്ന, സന്തോഷിക്കുന്ന, ആ വിധത്തിൽ അനുഗ്രഹം തന്ന ഈ ധന്യ നിമിഷങ്ങളെ സ്മരിച്ചുകൊണ്ട് കർത്താവിനെ ധ്യാനിച്ച് കർത്താവിന് നന്ദി അർപ്പിക്കാം. ഈ മരണം നിമിത്തം പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് മാറാതെ ജീവിക്കുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, മരണം മാറി ജയം വരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. എന്നാൽ പ്രിയ ദൈവജനമേ, നമുക്ക് വേണ്ടി നമ്മുടെ മരണത്തെ എന്നേക്കുമായി നീക്കിയ ആ നല്ല കർത്താവിനെ ഓർത്ത് ധ്യാനിച്ച് ആ മരണം നമുക്ക് വേണ്ടി ആസ്വദിച്ചവനെ പുകഴ്ത്തി മഹത്വപ്പെടുത്തി എല്ലാ പുകഴ്ചയും മഹത്വവും കർത്തൃപാദങ്ങളിൽ അർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.